നമസ്കാരം. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയും നടനുമായ സുരേഷ് ഗോപിയെ ദേശീയ മാധ്യമം ഒരു കോൺഗ്രസ് നേതാവാക്കി മാറ്റിയിരിക്കുന്നു. കോൺഗ്രസ് നേതാവാക്കി മാറ്റുക മാത്രമല്ല, അതിനുശേഷം സുരേഷ് ഗോപിയെ ചുട്ടുകൊന്നിട്ടുമുണ്ട്. തമിഴ്നാട്ടിൽ കൊല്ലപ്പെട്ട പ്രമുഖ കോൺഗ്രസ് നേതാവ് KPK ജയകുമാറിന്റെ വാർത്തയ്ക്കൊപ്പം ടൈംസ് നൗ എന്ന മാധ്യമം നൽകിയത് സുരേഷ് ഗോപിയുടെ ചിത്രമായിരുന്നു. 2 ദിവസമായി ഈ ജയകുമാറിനെ കാണാനില്ല എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. അതിനുശേഷം സ്വന്തം വീടിന് പിറകിൽ കൈകാലുകൾ കെട്ടി കത്തിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെടുത്തത്. താൻ നൽകിയ പണം തിരികെ ചോദിച്ചതിന് നങ്കുരേരി കോൺഗ്രസ് MLA റൂബി മനോഹരൻ ഭീഷണിപ്പെടുത്തി എന്ന് കാണിച്ചുകൊണ്ട് ജയകുമാർ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. ഈ വാർത്തയിലാണ് സുരേഷ് ഗോപിയുടെ ചിത്രം ടൈംസ് നൗ തെറ്റായി ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇത് മാത്രമല്ല, മറ്റൊരു കൗതുകമുള്ള വാർത്ത കൂടിയുണ്ട്. ഈ സംവരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമിത്ഷായുടെ പേരിൽ ഒരു വ്യാജ വീഡിയോ വല്ലാതെ സമൂഹ മാധ്യമങ്ങളിൽ ഇടം പിടിച്ചിരുന്നു. ഈ വ്യാജ വീഡിയോയുടെ ഉറവിടം തെലങ്കാനയാണ് എന്ന് ദില്ലി പോലീസിനെ അറിയിച്ചതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഈ കേസിൽ കോൺഗ്രസിന്റെ 5 മീഡിയ സെൽ പ്രവർത്തകരെ ദില്ലി പോലീസ് ഹൈദരാബാദിൽ നിന്നും അറസ്റ്റ് ചെയ്തതിന് തൊട്ടു പിന്നാലെ തെലങ്കാന AICC സമൂഹ മാധ്യമ കോർഡിനേറ്റർ അരുൺ റെഡ്ഡിയെ ഇന്നലെ ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായിരുന്നു. എന്നാൽ അരുൺ റെഡ്ഡിയെ BBC വിശേഷിപ്പിച്ചത് മുഖ്യമന്ത്രി എന്നാണ്. തെലങ്കാനയുടെ മുഖ്യമന്ത്രി. കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ അറസ്റ്റ് രാഷ്ട്രീയ പ്രതികാരമാണ് എന്ന് പറയാനും BBC മറന്നിരുന്നില്ല. ഈ വ്യാജ വീഡിയോകളിൽ അരുൺ റെഡ്ഡിക്ക് യാതൊരു പങ്കുമില്ല എന്ന് കോൺഗ്രസ് വക്താവ് ഷമാ മുഹമ്മദിനെ ഉദ്ധരിച്ച് BBC ആ ലേഖനത്തിൽ പറയുന്നുമുണ്ട്. എന്തായാലും ഈ വിവരങ്ങളൊക്കെയും വിരൽത്തുമ്പിലുള്ള ഒരു കാലത്ത് നിഷ്പക്ഷർ എന്ന ലേബലിൽ പ്രത്യക്ഷപ്പെടുന്ന മാധ്യമങ്ങൾക്ക് തെറ്റുപറ്റുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ പക്ഷമുള്ള രാഷ്ട്രീയം തന്നെയാണ്. ന്യൂസ് ഡെസ്ക് UCT മലയാളം.